വെനസ്വേലയിൽ അമേരിക്ക സംഭവിപ്പിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം. വെനസ്വേലയിൽ വലിയ അട്ടിമറി നടത്തുന്നു, ഭരണകൂടത്തെ പുറത്താക്കുന്നു, അവിടുത്തെ പ്രസിഡന്റിനെ നേരെ പിടിച്ച് അമേരിക്കയിൽ കൊണ്ടുവന്നു, വിചാരണ നേരിടിയിരിക്കുന്നു. ക്യൂബയിൽ സമാനമായ ഭരണകൂട അട്ടിമറിക്ക് അമേരിക്ക തയ്യാറെടുക്കുകയാണോ? വെനസ്വേലൻ മോഡൽ അമേരിക്ക ക്യൂബയിലും ആവർത്തിക്കുകയാണോ? ക്യൂബയിലെ സോഷ്യലിസ്റ്റ് സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണോ അമേരിക്ക? ട്രംപിന്റെ ഭരണകൂടം നിർണായകമായി നീക്കം നടത്തുന്നു എന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. ഒരു പ്രധാനപ്പെട്ട കേസിൽ അവിടുത്തെ ക്യൂബയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ റൗൾ കാസ്ട്രോയ്ക്കെതിരെ 94 വയസ്സുണ്ട് റൗൾ കാസ്ട്രോയ്ക്ക് എന്ന് ഓർക്കണം. US ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ ഔദ്യോഗികമായി കുറ്റം ചുമത്തുകയാണ്. കൊലപാതകവും വിമാനം തകർക്കലുമായി ബന്ധപ്പെട്ട കുറ്റമാണ് ഇത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ട്രംപ് ക്യൂബയെ ആക്രമിക്കുമെന്നും ക്യൂബയെ തകർക്കുമെന്നും വലിയ മുന്നറിയിപ്പുകൾ നൽകുന്ന പശ്ചാത്തലമുണ്ട്. അതിനുള്ള തുടക്കമാണോ റൗൾ കാസ്ട്രോയ്ക്കെതിരെയുള്ള ഈ നീക്കം എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. റൗൾ കാസ്ട്രോ കീഴടങ്ങണം എന്നാണ് ഇപ്പോൾ US ആവശ്യപ്പെട്ടിരിക്കുന്നത്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, US പുതിയ തന്ത്രമാണോ ഇത്? വെനസ്വേലൻ മോഡൽ ക്യൂബയിലും ആവർത്തിക്കാനൊരുങ്ങുകയാണോ US? രഞ്ജിത്ത്, പശ്ചിമേഷ്യൻ സംഘർഷം ഒരു വശത്ത് നിൽക്കുന്നു, അതിൻ്റെ ആശങ്ക ലോകം മുഴുവനുണ്ട്. അതിനു മുൻപ് തന്നെയാണ് വെനസ്വേലയിൽ അങ്ങനെ ഒരു അട്ടിമറി നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മഡുറോയെ പിടികൂടുകയും പൂർണ്ണമായി വെനസ്വേല അമേരിക്കയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ ഭാഗമാക്കി വെനസ്വേലയെ മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനിടയിലാണ് ചൈനയുമായി അമേരിക്ക കൂടുതലെടുത്തത്. അവിടെ തായ്വാന് ഇതുവരെ അമേരിക്ക വലിയ സഹായം ചെയ്തിരുന്നു, പക്ഷേ വലിയ വലിയ വ്യാപാര കരാറിലേക്ക് ചൈനയുമായി ചേരുന്നു. അവിടെ ഈ തായ്വാന് മേലുള്ള അമേരിക്കയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം അതില്ലാതാകുമോ എന്ന ആശങ്ക, ചൈനയ്ക്ക് തങ്ങളെ ഒറ്റുകൊടുക്കുമോ എന്ന് പോലും തായ്വാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം. ഇതിനിടയിലാണ് ഇപ്പോൾ ക്യൂബയിലേക്ക് അമേരിക്കയുടെ കടന്നുകയറ്റമുണ്ടാകും. അവിടെ ഒരു അട്ടിമറിക്ക് ഭരണപരമായ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ക്യൂബയിലും ഈ വെനസ്വേലൻ മോഡൽ പരീക്ഷിക്കാനുള്ള അമേരിക്കയുടെ നീക്കം നടക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. 96-ൽ US മനാമി ആസ്ഥാനമായുള്ള പ്രവാസികളുടെ സിവിലിയൻ വിമാനങ്ങൾ വെടിവെച്ചിട്ട സംഭവത്തിലാണ് ക്യൂബയുടെ മുൻ പ്രസിഡന്റിനെതിരെ ഇപ്പോൾ ഔദ്യോഗികമായി കുറ്റം ചുമത്തിയിരിക്കുന്നത്. റൗൾ കാസ്ട്രോയ്ക്കെതിരെ US ഫെഡറൽ പ്രോസിക്യൂട്ടർമാരാണ് ഇത്തരത്തിൽ ഈ ഒരു കുറ്റം ചുമത്തൽ നടത്തിയിരിക്കുന്നത്. കൊലപാതകം, വിമാനം തകർക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് റൗൾ കാസ്ട്രോയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 94 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ സഹോദരനും ക്യൂബൻ വിപ്ലവ നായകനുമായ ഫിഡൽ കാസ്ട്രോയുടെ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു റൗൾ. US മയാമിയിൽ വിമാനം വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിക്കാൻ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഈ ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോസ് ബ്ലാഞ്ചും മറ്റ് ഉന്നത നീതിന്യായ വകുപ്പ് ഉദ്യോഗസ്ഥരും ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. ക്യൂബൻ വിപ്ലവ സംഘടനയായ ബ്രദേഴ്സ് ടു ദ റെസ്ക്യൂ എന്ന സംഘത്തിലെ 2 ചെറിയ വിമാനങ്ങളാണ് അന്ന് ക്യൂബൻ സംഘം വെടിവെച്ചിട്ടത്. റൗൾ കാസ്ട്രോയെ US എത്തിച്ച് വിചാരണ നേരിടാൻ അധികൃതർ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന ചോദ്യത്തിൽ ഒരുപക്ഷേ റൗൾ സ്വമേധയാ കീഴടങ്ങും, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടികൂടും എന്ന സൂചനയാണ് ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെനസ്വേലയുടെ മുകളിൽ ഒരു അധീശത്വം സ്ഥാപിച്ച ശേഷം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് അമേരിക്ക ആവശ്യപ്പെട്ടത് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വാങ്ങണം, റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഒഴിവാക്കണം എന്ന കാര്യമാണ്. അങ്ങനെ ഇന്ത്യ തുടർന്നും വാങ്ങിയപ്പോഴാണ് ഈ തീരുവ യുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. അവിടെ അമേരിക്ക പറയുന്നത് ഉക്രൈനുമായുള്ള യുദ്ധത്തിന് വേണ്ടി റഷ്യ ഉപയോഗിക്കുന്നത് ഇങ്ങനെ എണ്ണ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വാങ്ങുമ്പോൾ അവർ കൂടുതലായി സാമ്പത്തികമായി ശക്തരാകുന്നു എന്നതാണ്. പക്ഷേ അതല്ല കാര്യം. അമേരിക്കയെ ലോകരാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരോട് ഏറ്റുമുട്ടാൻ പാകത്തിലുള്ള രാജ്യങ്ങളിലൊന്ന് റഷ്യയാണ്. മാത്രമല്ല ഇറാന് വലിയ തോതിൽ ആയുധ സഹായവും മറ്റ് സഹായങ്ങളും സാങ്കേതിക സഹായം അടക്കമുള്ളവ റഷ്യയിൽ നിന്ന് നൽകുന്നുണ്ട്. ഈ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെ നടക്കുന്നത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ റഷ്യയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നത്. അതിനൊരു ഉപാധിയാക്കി ഉക്രൈനെ കൂടി മാറ്റി എന്നത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. മാത്രമല്ല റഷ്യയുടെ അടുത്ത സുഹൃത്തായ ചൈനയുമായും ഒരു സഖ്യത്തിലേക്ക് അമേരിക്ക പോകുന്നു. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ ക്യൂബ കൂടി കൈയടക്കാനുള്ള ട്രംപിൻ്റെ നീക്കം. അതിനുവേണ്ടിയുള്ള നടപടികൾ 96-ൽ നടന്ന സംഭവത്തിൻ്റെ പേരിൽ സിവിലിയൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിൻ്റെ പേരിൽ ഇപ്പോൾ റൗളിനെതിരെ പുതിയ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടികൂടാനുള്ള നീക്കങ്ങൾ. പക്ഷേ തീർച്ചയായും വലിയ ആശങ്കയിൽ ക്യൂബ ഉണ്ടാകുന്നു. കാരണം അമേരിക്കയുടെ ഇടപെടൽ ഏത് തരത്തിലും ഉണ്ടാകാം. നേരത്തെ അമേരിക്ക സമാനമായി തന്നെയാണ് വെനസ്വേലയിലും ഇടപെട്ടത്. അവിടുത്തെ മഡ്യൂറോയെ പിടിച്ച് അമേരിക്കയിൽ കൊണ്ടുപോയി വിചാരണ ചെയ്യുന്ന കാഴ്ചയൊക്കെ ഞെട്ടലോടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെട്ടത്. അത് ക്യൂബയിൽ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും.
നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ വീണ്ടും സങ്കീർണമാവുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ പരസ്പരം വാക്പോരിൽ വീണ്ടും ഏർപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ഇറാനെതിരെ തങ്ങളാണ് മേധാവിത്വം നേടിയിരിക്കുന്നതെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകളാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനമായി വരുന്നത്. മറ്റൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക എന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഇറാൻ കീഴടങ്ങുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നതെന്നും പുനരാരംഭിക്കാൻ അവർ അവസരം തേടുകയാണ് സൈനിക നടപടികൾ എന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കറും മുഹമ്മദ് ബാഗർ ഗാലിബാഹ് വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ അത് നടക്കില്ല എന്നാണ് വീണ്ടും പറയുന്നത്. വീണ്ടും ആക്രമിക്കാൻ മുതിർന്നാൽ ശത്രുവിന് പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് സ്പീക്കർ കൂട്ടിച്ചേർക്കുകയാണ്. ഭീഷണിപ്പെടുത്തി ഇറാനെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കാവുന്നത് വെറും മിഥ്യാധാരണയാണെന്ന് അവിടുത്തെ സൈന്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമായി വ്യക്തമാക്കുന്നു. അതുമാത്രമല്ല, ഇറാനെ ആക്രമിച്ചാൽ യുദ്ധം മിഡിൽ ഈസ്റ്റിന് പുറത്തേക്കും പടരുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ്. ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറുകയാണ്. വിനോദ്, വീണ്ടും ഒരു യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങുകയാണോ? വെടിനിർത്തൽ താൽക്കാലികമാണ് എന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അത് കേവലം UAE-യുടെയും സൗദിയുടെയും അഭ്യർത്ഥന കൊണ്ട് മാത്രമാണ്. തങ്ങൾ ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ യുദ്ധത്തിനുള്ള വീണ്ടും ഒരുക്കങ്ങൾ കൂട്ടുകയാണോ, കോപ്പ് കൂട്ടുകയാണോ അമേരിക്ക? രഞ്ജിത്ത്, അങ്ങനെ തന്നെ വേണം കരുതാൻ. ഏത് നിമിഷവും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ച് കരയുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമ്മുടെ രാജ്യത്ത് പോലും ഇതിൻ്റെ ഒരു മുൻകരുതൽ എന്ന വിധം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടായത്. ഈ എണ്ണ ഉപഭോഗം ഉൾപ്പെടെ കുറച്ചുകൊണ്ട് അതിൽ വലിയ കുറവ് വരുത്തണം, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കണം എന്നൊക്കെയുള്ള പ്രഖ്യാപനം വന്നിരുന്നു. ഇന്ന് അടിയന്തര ക്യാബിനറ്റ് ചേരുന്നുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് തുടർന്ന് വരാം. പക്ഷേ ലോകരാജ്യങ്ങൾ ആശങ്കയോടെ കാണുന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കൻ സേന ഇപ്പോഴും പിന്മാറിയിട്ടില്ല എന്നത് തന്നെയാണ് ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനം. ഹോർമൂസിൽ അമേരിക്കൻ പടക്കപ്പലുകൾ തുടരുകയാണ്, അതിന് സമീപത്ത് തുടരുകയാണ്. അമേരിക്കയുടെ കൂടുതൽ സേന വിഭാഗങ്ങൾ അല്ലെങ്കിൽ സൈനികർ നേരത്തെ തന്നെ ഈ അവരുടെ മറ്റ് രാജ്യങ്ങൾ, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് രാജ്യങ്ങളിൽ അവർക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള ആ ഇടങ്ങളിലേക്ക്, അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് എത്തിയ സൈനികർ അവിടെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പിന്മാറ്റം എന്നത് ഒരു കാരണവശാലും മുഖവിലക്കെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുതന്നെയാണ് ഇപ്പോൾ ഇറാൻ പ്രകടിപ്പിക്കുന്ന ഒരു ആശങ്കയും അല്ലെങ്കിൽ അവർ അതിനെ നേരിടാൻ ഇപ്പോൾ ചെയ്യുന്ന തയ്യാറെടുപ്പുകളും. ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, അമേരിക്ക ഈ സമയമെടുക്കുന്നത് തയ്യാറെടുപ്പിന് വേണ്ടിയാണ്. അത് ഒരു പരിധിവരെ ശരിയുമായിരിക്കണം രഞ്ജിത്ത്. കാരണം അമേരിക്കയുടെ ഈ സൈനിക ശേഷിയിൽ അവർക്ക് വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അവരുടെ വിമാനങ്ങൾ തകർന്നു വീഴുകയും നിരവധി യുദ്ധോപകരണങ്ങൾ കേടാവുകയും ഒക്കെ ചെയ്ത സാഹചര്യം, അത് ട്രംപ് തന്നെ സമ്മതിച്ച കാര്യമാണ്. അവരുടെ വിവിധ ആയുധങ്ങൾ, അതായത് A-10 തണ്ടർബോൾട്ട്, അത്തരം കാര്യങ്ങൾ, KC-135 സ്ട്രാറ്റോ ടാങ്കറുകൾ, F-35 വിമാനങ്ങൾ, ഇതൊക്കെ തന്നെ പലതും തകർന്നു വീഴുകയും തകരാറിലാവുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. AQ-9 റിപ്പർ ഡ്രോണുകൾ 24 എണ്ണം, അതിൽ നാശനഷ്ടം സംഭവിച്ചു. F-15 ഈ സ്ട്രൈക്ക് ഈഗിൾ 4 ഫൈറ്റർ ജെറ്റുകൾ, അത് തകർന്നു വീഴുന്ന സാഹചര്യം. ഇങ്ങനെ അവർക്ക് ആയുധം വലിയ തോതിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നാശനഷ്ടം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നഷ്ടം തന്നെ ഇപ്പോൾ 3 ലക്ഷം കോടി കടന്നു എന്നാണ് അമേരിക്കയെ സംബന്ധിച്ചൊരു പ്രതിഷേധം അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത് തന്നെ. ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക ചെന്ന് വീഴുന്നു എന്നതാണ്. അവിടെയാണ് ഈ യുദ്ധോപകരണങ്ങൾ വീണ്ടും സമാഹരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ സൈന്യത്തെ ഒന്നുകൂടി സജ്ജമാക്കുകയോ ചെയ്തുകൊണ്ട് കൂടുതൽ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇറാൻ്റെ ശേഷി അമേരിക്ക വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ്. ഒരുപക്ഷെ ആഴ്ചകൾ കൊണ്ട് തീരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ച് തുടങ്ങിയ യുദ്ധമാണ്. അത് മാസങ്ങളിലേക്ക് കടക്കുന്നു. അപ്പോഴും ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല, റഷ്യയുടെ വലിയ സഹായം ഇപ്പോഴും ഇറാനുണ്ട്. മാത്രമല്ല, 40% സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറാകുന്നുമില്ല. ഭൂഖണ്ഡാന്തര മിസൈലുകൾ അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങളിലേക്ക് നിരവധി തവണ പോയി. ഇസ്രായേലിൽ വലിയ നാശനഷ്ടം വരുത്താൻ ഇറാന് കഴിഞ്ഞു എന്നതൊക്കെ കൂട്ടി വായിക്കണം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലെബനിലേക്ക് ആക്രമണമുണ്ടായി. ഏതാണ്ട് 29 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. 3 കുട്ടികളടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് വിനോദാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ പാകിസ്ഥാൻ വീണ്ടും ശ്രമങ്ങൾ തുടങ്ങിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസീൻ നഖ്വി ഇന്നലെ ടെഹ്റാനിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെഹ്റാനിലെത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ 2ാം തവണയാണ് അദ്ദേഹം ഇറാനിലെത്തുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ നടന്ന കഴിഞ്ഞ മാസത്തെ കൂടിക്കാഴ്ചകളുടെ തുടർച്ചയാണ് ഈ അടിയന്തര യാത്ര എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സജീവമായ ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.
മനസ്സിലാക്കേണ്ടത്. ചില ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് കൈമാറിയത് പാകിസ്ഥാൻ വഴിയായിരുന്നു. സമാനമായ ചില ശ്രമങ്ങൾ വീണ്ടും നടക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ട്രംപും ഇറാനും തമ്മിൽ പരസ്പരം വാക്പോരുകളുണ്ട്. ഇതിനിടയിലാണ് ടെഹ്റാനിലെത്തി ഇത്തരം ചർച്ചകൾക്ക് പാകിസ്ഥാൻ മുൻകൈ എടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം